ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു നസീർ വ്ളോഗ്സ്. കുറേ ദിവസങ്ങളായിട്ടോ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഓരോ തിരക്കിലായിട്ടായിട്ട് വരുന്നു. അപ്പോൾ നമ്മളൊരു കല്യാണത്തിന് പോകുന്ന ഒരു വീഡിയോ ആണ്, ഇന്ന് സൺഡേ വ്ളോഗാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഔട്ട്ഫിറ്റൊക്കെ കണ്ടില്ല, ഒരേ പിങ്ക് ചുരിദാറാണ് ഇട്ടത്. അപ്പോൾ ആന്തൂരത്ത് ഒരു പുതിയ ഓഡിറ്റോറിയം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടേക്കാണ് കല്യാണത്തിന് പോയോണ്ടിരിക്കുന്നത്. നമ്മുടെ നൈബറിൻ്റെ കല്യാണമാണ് കേട്ടോ. ഇവിടെ കുറേ മലകൾ, പാറകൾ, കോറികൾ അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലം, ഒരു ഒറ്റപ്പെട്ട സ്ഥലമാണ്. അവിടെയാണ് ഓഡിറ്റോറിയം. ഒരു സൈലൻ്റ് ആൻഡ് കാം ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ. അതാ ഓഡിറ്റോറിയം എത്തിയിട്ടുണ്ട്. നമുക്കൊന്ന് പോയി നോക്കാം. നമ്മളെ പെരുവള്ളൂർ സ്കൂളത്തെ റിട്ടയർഡായ അധ്യാപകൻ്റെ മകൻ്റെ കല്യാണം. മക്കളെ കൂടെ നേരത്തെ എത്തിയിട്ടുണ്ട്. ഈ ഓഡിറ്റോറിയം എന്താ അറിയില്ല, അതിന് ഭയങ്കര വൈബ് ഉണ്ട്, നല്ല ആംബിയൻസും നമ്മളിങ്ങനെ ഫസ്റ്റ് നേരിട്ട് സദ്യ കഴിക്കാൻ പോവാണ്. ഇവിടെ സദ്യ ഓൾറെഡി വിളമ്പി വെച്ചിട്ടുണ്ട്. ചോറും പപ്പടം കൂടി വെക്കാനുള്ളൂ. കുറേ അധികം കൂട്ടാൻ ഉണ്ട് കേട്ടോ. സദ്യൻ്റെ കറികളും കാര്യങ്ങളൊക്കെ കുറേ ഉണ്ടായിരുന്നു. എല്ലാം കൂടി കണ്ട് ആകെ എക്സൈറ്റഡായി. കാരണം ചോറ് കുറച്ചിട്ടാൽ മതി എന്ന് ആദ്യം പറഞ്ഞിരുന്നു. കാരണം ഈ കൂട്ടാനൊക്കെ കൂട്ടുമ്പോഴേ വയറ് നിറയുന്നതാണ്. പക്ഷേ ചോറ് ഫുള്ളാക്കാൻ കഴിഞ്ഞില്ല. കുറച്ച് കഴിച്ചപ്പോൾ തന്നെ റെഡി ആയപ്പോൾ ഇതിൽ ഉണ്ണിയപ്പെടുത്ത് കഴിക്കാഴ്ച ഇങ്ങനെ ഉണ്ണിയപ്പെടുത്ത് കഴിച്ചു. പിന്നെ 2 തരം പായസം ഉണ്ടായിരുന്നു, അടപ്രഥമനും പിന്നെ എന്തോ മത്തനും പരിപ്പൊക്കെ ഇട്ടിട്ട് പായസം. പക്ഷെ 2 ഒടുക്കത്തെ മധുരമായിരുന്നു. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞാലാണ് ഞങ്ങൾ ബ്രൈഡിനും ഗ്രൂമിനൊക്കെ കാണാൻ പോണത്. അപ്പോൾ പോയോണ്ടിരിക്കുകയാണെങ്കിൽ അവർ ചെന്നൈയിൽ നിന്നാണ് കേട്ടോ ബ്രൈഡ്. അപ്പോൾ ഇവർ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് ഡ്രസ്സിങ് ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ വന്നിട്ട് ഇങ്ങനെ അയിനൂനെ കളിപ്പിക്കുകയാണ് ബ്രൈഡ്. അപ്പോൾ അങ്ങോട്ട് വരിയെന്ന് പറഞ്ഞു കേട്ടോ, ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചപ്പോൾ ഞങ്ങൾ പോയി. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു. വീട്ടിലെത്തിയപ്പോൾ ഉപ്പയും ഉമ്മയും ഒന്ന് യാത്ര പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പൻ്റെ ഫ്രണ്ട്സ് വീട്ടിൽ വരുന്നുണ്ട് എന്ന് വിളിച്ചിരുന്നു. അപ്പോൾ അവർക്കുള്ള കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ്. കുറച്ച് ആപ്പിൾ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ. പിന്നെ കുറച്ച് പൊറാട്ട വാങ്ങുക, കാരണം ഒരു ഫംഗ്ഷന് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ നമ്മൾ മൊത്തം ടയേർഡാവുമല്ലോ. ഫുഡൊന്നും ഉണ്ടാക്കിയില്ല, ഇനി കല്യാണം ആയതുകൊണ്ട് നൈറ്റ് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഗസ്റ്റ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് ചിക്കൻ മേടിച്ച് പോന്നു. ചിക്കൻ ഫ്രൈ ആക്കണം. അടുപ്പത്ത് തന്നെയാണ് കേട്ടോ ചെയ്യണത്. അതും എല്ലാം ആകുമ്പോഴത്തും കറിക്കുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞ് സെറ്റാക്കാമെന്ന് വിചാരിച്ച്. അപ്പം ചിക്കൻ ഇങ്ങനെ ഫ്രൈ ചെയ്ത് ഏകദേശമൊക്കെ സെറ്റായിട്ടുണ്ട്. ഇങ്ങനെ മെല്ലെ ഈ തീയിൽ കിടന്ന് പോകുമ്പം അത് നല്ലൊരു ടേസ്റ്റ്. പക്ഷെ ഓവർ മൊരിയാനും പറ്റില്ല. അപ്പം അത്രയ്ക്ക് ഇങ്ങോട്ട് ക്രിസ്പി ആയാൽ നമുക്ക് ടേസ്റ്റ് കിട്ടില്ല. കുറച്ച് സോഫ്റ്റായിട്ട് ഫ്രൈൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ കറിക്കുള്ള മൊത്തം ഇവിടെ അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പനോട് കരിവേപ്പ് പറഞ്ഞപ്പോൾ കരിവേപ്പിൻ്റെ മരം തന്നെ ഒളിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇനി ഇതൊക്കെ പെട്ടെന്ന് സെറ്റാക്കണം. അപ്പം നമ്മൾ കറിക്കുള്ള സാധനങ്ങളൊക്കെ വഴറ്റി ആ ചിക്കൻ പൊരിച്ച അടുപ്പത്തിൽ തന്നെ ഇട്ടിട്ട് അപ്പോൾ അതിലേക്ക് പൊട്ടാറ്റോ ഇട്ടെടുത്തു. പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച് ചിക്കൻ ഉണ്ടായിരുന്നു. തീ നല്ലോണം എടുക്കുന്നുണ്ട് കേട്ടോ. ഫോണും ഞാനും ഒക്കെ തീയിൽ വിടുവാറില്ല, അമ്മമാരി തീ പുറത്തേക്ക് വരുന്നത്. തീൻ്റെ ഊക്കൊണ്ട് കറി ഇവിടെ തന്നെ അടുപ്പത്ത് വെക്കാൻ അരിച്ചിട്ട് പെട്ടെന്നാവുമല്ലോ. അങ്ങനെ മൊത്തം കറി അവിടെ സെറ്റാക്കിയപ്പോഴും തേങ്ങ അരച്ച് വറുത്ത് കറി വെക്കാമെന്ന് വിചാരിച്ച്. കാരണം പൊറാട്ട അല്ലേ, പൊറാട്ടയും ചപ്പാത്തിയാണ്. അപ്പോൾ അതിലേക്ക് വറുത്തരച്ച് കറിയാൽ പ്രത്യേക ടേസ്റ്റാണല്ലോ. കുറച്ച് തേങ്ങ ഇങ്ങനെ വറുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ വറവ് ഏകദേശം റെഡി ആയിട്ടുണ്ട് തോന്നുന്നത്. അപ്പോൾ ഇത് നമുക്ക് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ട് കുറച്ച് സാദാ തേങ്ങ ഉപയോഗിച്ചിട്ട് കറിയിലേക്ക് ഒഴിക്കാം. കറി നോക്കിയപ്പോൾ മാഷാഅല്ലാ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ചിക്കനും. പിന്നെ ഉരുളക്കിഴങ്ങൊക്കെ നല്ല വേവൊക്കെ പാകമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ച വറുത്ത തേങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമ്മൾ കറി സെറ്റായി. പിന്നെ ഗസ്റ്റ് പെട്ടെന്ന് വന്നുകൊണ്ട് ബാക്കിയുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. ഓരോരുടെ തന്നെ വീഡിയോ എടുക്കാൻ മോശമല്ല, ഓരോരുത്തർക്ക് ഓരോ പ്രൈവസിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒന്ന് ചെറിയൊരു കുഞ്ഞു വ്ളോഗാണ്, ഒരു സദ്യ കഴിച്ച വ്ളോഗ്. സോ ബൈ ബൈ, സി യു.